ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാനോട് ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെത്താൻ ഇറാൻ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയ്ക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ സമാധാനം പുലരാനുള്ള ട്രംപിന്റെ പദ്ധതിയായ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് US പ്രസിഡന്റ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. വരുന്ന 10 ദിവസത്തിനുള്ളിൽ US-മായുള്ള ചർച്ചകൾ പൂർത്തീകരിക്കണമെന്നും അല്ലാത്തപക്ഷം അമേരിക്ക ഒരു അടി കൂടി മുന്നോട്ട് വയ്ക്കുമെന്നും ട്രംപ് പറഞ്ഞു. നിലവിൽ US തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. F-35, F-22 ജെറ്റ് യുദ്ധവിമാനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. ട്രംപിന്റെ ഭീഷണിയോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കുമെന്ന ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. കരാർ നടന്നില്ലെങ്കിൽ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളോ സൈനിക നീക്കങ്ങളോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത്. അതേസമയം അമേരിക്ക ആക്രമണം നടത്തിയാൽ ശത്രുസേനയുടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന് ഇറാൻ UN മേധാവിയെ അറിയിച്ചു. സൈനിക ആക്രമണം ഉണ്ടായാൽ ഇറാൻ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് UN വ്യക്തമാക്കുന്നത്. ഇറാനെതിരായ സൈനിക നീക്കത്തിനായി ബ്രിട്ടീഷ് വ്യോമസേന താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നിരസിച്ചതായി റിപ്പോർട്ട്. നിയമപരമായ കാരണങ്ങളാലും അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഭയന്നുമാണ് അമേരിക്കയുടെ യുദ്ധനീക്കത്തിൽ പങ്കുചേരുന്നില്ലെന്ന് ബ്രിട്ടൻ നിലപാടെടുത്തത്. ഇറാനെതിരായ ഇത്തരം മുൻകൂർ ആക്രമണങ്ങളിൽ പങ്കാളിയാകുന്നത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാകുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. 2001 UN ഉത്തരവ് പ്രകാരം നിയമവിരുദ്ധമായ ആക്രമണത്തിന് സൗകര്യമൊരുക്കിയാൽ UK-യും അതിന് ഉത്തരവാദികളാകും. സൈനിക നീക്കങ്ങൾക്ക് നിയമോപദേശം നൽകുന്ന അറ്റോർണി ജനറൽ ലോർഡ് ഹെർമൻ സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനപ്പുറം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ താവളങ്ങൾ വിട്ടു നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗ്ലാസൻഷെയറിലെ ഫെയർഫോർഡ്, ഇന്ത്യൻ സമുദ്രത്തിലെ ബ്രിട്ടീഷ് അധീനതയിലുള്ള ഡിയോഗോ ഗാർഷ്യ എന്നീ താവളങ്ങൾ ഉപയോഗിക്കാനാണ് അമേരിക്ക അനുമതി തേടിയത്. ഡിയോഗോ ഗാർഷ്യ ഉപയോഗിക്കാൻ US-ന് പ്രത്യേക അനുമതി വേണ്ട എങ്കിലും ബ്രിട്ടനിലെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ UK സർക്കാരിന്റെ അനുമതി അത്യാവശ്യമാണ്. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസയുടെ ദുരിതാശ്വാസ പാക്കേജിലേക്ക് 9 അംഗരാജ്യങ്ങൾ $700 കോടി വാഗ്ദാനം ചെയ്തതായി ഡൊണാൾഡ് ട്രംപ്. ഗാസയുടെ സുരക്ഷാ ചുമതലയ്ക്കായി രൂപീകരിക്കുന്ന രാജ്യാന്തര സമാധാന സേനയുടെ ഭാഗമാകുമെന്ന് 5 രാജ്യങ്ങൾ അറിയിച്ചതായും ട്രംപ് വ്യക്തമാക്കി. ഇന്തോനേഷ്യ, മൊറോക്കോ, കസാക്കിസ്ഥാൻ, കൊസവോ, അൽബേനിയ എന്നീ രാജ്യങ്ങളാണ് സന്നദ്ധത അറിയിച്ചത്. സമാധാന സേനയെ തെക്കൻ ഗാസയിലെ റാഫയിലാണ് ആദ്യം വിന്യസിക്കുക. അതിനിടെ ഹമാസിൽ നിന്ന് ഗാസയുടെ ഭരണ ചുമതല ഏറ്റെടുക്കാൻ നിയുക്തമായ ഇടക്കാല പലസ്തീൻ സമിതി പുതിയ പോലീസ് സേനയിലേക്ക് റിക്രൂട്ട്മെന്റ് തുടങ്ങിയിരുന്നു. ഈജിപ്തും ജോർദാനുമാണ് സേനയെ പരിശീലിപ്പിക്കുക. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ബദലായുള്ള ട്രംപിന്റെ പദ്ധതിയാണ് ബോർഡ് ഓഫ് പീസ്. അറസ്റ്റിലായ ബ്രിട്ടീഷ് രാജകുടുംബാംഗവും അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ 2ാമത്തെ മകനുമായ ആൻഡ്രൂവിനെ വൈകിട്ടോടെ വിട്ടയച്ചു. രാവിലെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ആൻഡ്രൂവിനെ വൈകിട്ടോടെ വിട്ടയച്ചു എങ്കിലും അന്വേഷണം തുടരുകയാണെന്നും തംസ് വാലി പോലീസ് വ്യക്തമാക്കി. നിയമത്തിന് കീഴിൽ എല്ലാവരും തുല്യരാണെന്നും ആരും അതിനു മുകളിലല്ലെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. എപ്സ്റ്റൈനുമായുള്ള ബന്ധത്തെക്കുറിച്ച് US അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടാൽ ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ അത് ചെയ്യണമെന്നും സ്റ്റാർമർ പ്രതികരിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് പോലീസ് ആൻഡ്രൂവിനെ അറസ്റ്റ് ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. 66ാം ജന്മദിനത്തിലാണ് ആൻഡ്രൂ അറസ്റ്റിലായത്. സർക്കാരിലെ ഔദ്യോഗിക രേഖകൾ ജെഫ്രി എസ്റ്റീന് കൈമാറിയെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് അറസ്റ്റ്. ആൻഡ്രൂ മൗണ്ട് ബാറ്റനെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് ഈ മാസം ആദ്യം പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. രാവിലെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ആൻഡ്രൂവിനെ വൈകിട്ടോടെ വിട്ടയച്ചു. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈൻ്റെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസ്റ്ററിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് പ്രതികരിക്കാൻ ബക്കിംഗ്ഹാം കൊട്ടാരം വിസമ്മതിച്ചുവെങ്കിലും സാക്ഷിമൊഴി നൽകുന്നത് ആൻഡ്രൂവിനും തടസ്സമല്ലെന്ന് രാജകീയ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സുഡാനിലെ എൽഷാഫർ നഗരം പിടിച്ചെടുക്കുന്നതിനിടയിൽ RSF സൈന്യം നടത്തിയ അതിക്രമങ്ങൾ യുദ്ധകുറ്റങ്ങളും മാനവരാശിക്കെതിരെയുള്ള കുറ്റങ്ങളുമാണ് എന്ന് ഐക്യരാഷ്ട്രസഭ. 2025 ഒക്ടോബറിൽ നഗരം പിടിച്ചടക്കിയപ്പോൾ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. 2025 ഒക്ടോബർ അവസാന വാരത്തിൽ നടന്ന 3 ദിവസത്തെ ആക്രമണത്തിനിടയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരകളാവുകയും ചെയ്തതായി UN അന്വേഷണ സംഘം കണ്ടെത്തി. RSF നടത്തിയത് കേവലം യുദ്ധമല്ല എന്നും മറിച്ച് ഒരു പ്രത്യേക വംശത്തെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ ആസൂത്രിതമായ നീക്കമായിരുന്നുവെന്നും അവർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചതായും അവർ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്വേഷണ കമ്മിറ്റി
കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അന്തിമ കരട് സുഡാൻ സർക്കാരിന് കൈമാറിയെങ്കിലും സർക്കാർ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. RSF നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ UN ദൗത്യസംഘം ശ്രമിച്ചുവെങ്കിലും അവരിൽ നിന്ന് മറുപടിയൊന്നും ലഭിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വെനസ്വേലയിലെ സാമ്പത്തികവും മാനുഷികവുമായ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര നാണയനിധി. രാജ്യത്ത് വിലക്കയറ്റം കുതിച്ചുയരുകയാണ് എന്നും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാണ് എന്നും IMF വക്താവ് ജൂലി കൊസാക്ക് പറഞ്ഞു. ദാരിദ്ര്യം വർദ്ധിച്ചതും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും വെനസ്വേലയെ വലിയൊരു തകർച്ചയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏകദേശം 80 ലക്ഷത്തോളം ആളുകൾ രാജ്യം വിട്ടുപോയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിക്കോളാസ് മഡുറോയെ മാറ്റി പുതിയ ഭരണകൂടം വരുന്നതോടെ വെനസ്വേലയെ സഹായിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് IMF വ്യക്തമാക്കി. ഇതിനായി അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ പിന്തുണയും അംഗീകാരവും അത്യാവശ്യമാണ് എന്ന് അവർ കൂട്ടിച്ചേർത്തു. വെനസ്വേലയുടെ സാമ്പത്തിക രംഗം വീണ്ടെടുക്കാൻ ഏകദേശം $490 കോടി സഹായം IMF നൽകിയേക്കും. നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന ഈ തുക രാജ്യം കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കാനാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തീരുമാനം. പുതിയ ഇടക്കാല പ്രസിഡന്റിനെ അംഗീകരിക്കുന്നതിലൂടെ രാജ്യത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാമെന്ന് അമേരിക്കൻ ഭരണകൂടവും പ്രതീക്ഷിക്കുന്നു. ചൈനയെയും റഷ്യയെയും ബോർഡ് ഓഫ് പീസിലേക്ക് ഉൾപ്പെടുത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാഴാഴ്ച നടന്ന ബോർഡിന്റെ ഉദ്ഘാടന യോഗത്തിന് ശേഷമാണ് ട്രംപിന്റെ പ്രസ്താവന. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും ക്ഷണം അറിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. നിരവധി രാജ്യങ്ങൾ ബോർഡിൽ ചേരുന്നതിനുള്ള പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു. റഷ്യയും ചൈനയും ഈ സമിതിയുടെ ഭാഗമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ക്ഷണം അയച്ചു കഴിഞ്ഞു എന്ന് ബോർഡിന്റെ ആദ്യ യോഗത്തിന് ശേഷം ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. റഷ്യയ്ക്കും ചൈനയ്ക്കും ട്രംപിൽ നിന്ന് ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും സമാധാന ബോർഡിൽ ചേരുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനവും അവർ അറിയിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ചൈനീസ് പ്രസിഡന്റുമായി തനിക്ക് മികച്ച ബന്ധമാണുള്ളത് എന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏപ്രിലിൽ താൻ ചൈന സന്ദർശിക്കുമെന്നും അന്ന് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.